ഒട്ടും പ്രതീക്ഷിക്കാതെ എനിക്ക് 65 ലക്ഷം രൂപയുടെ ബിസിനസ് തന്ന ഒരു ആഫ്രിക്കക്കാരൻ. ബിസിനസ് തീരെ മോശമായിരുന്നൊരു കാലത്ത് കണ്ണിൽ കണ്ട എല്ലാ വെബ്സൈറ്റുകളിലും പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്ത് കാത്തിരുന്നൊരു സമയം. ഒരു ദിവസം എനിക്കൊരു ഇമെയിൽ കിട്ടി. ആഫ്രിക്കയിൽ നിന്നാണ്. അവർക്ക് 5000 യൂണിറ്റ് ഡാറ്റ ലോഗർ ഉടൻ വേണം. ആഫ്രിക്കയിൽ നിന്ന് എന്ത് ഇമെയിൽ വന്നാലും നേരെ ഡിലീറ്റ് ചെയ്യുകയാണ് പതിവ്. മിക്കവാറും തട്ടിപ്പായിരിക്കും. സാധാരണ ഇമെയിലുകളിൽ പ്രോഡക്റ്റിന്റെ പേരുണ്ടാവില്ല. ഞങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് വേണമെന്നാണ് കാണുക. പക്ഷേ ഇതിൽ ഡാറ്റ ലോഗർ എന്ന് വ്യക്തമായി പറയുന്നതുകൊണ്ട് ഞാൻ അവർക്കൊരു മറുപടി അയച്ചു. ആ മെയിലിൽ ഈ മേഖലയിലുള്ളവർക്ക് മാത്രം ഉത്തരം നൽകാൻ പറ്റിയ ചില ചോദ്യങ്ങൾ കൂടി ചേർത്തു. അതിനും കൃത്യമായ മറുപടി കിട്ടിയപ്പോൾ എനിക്ക് ഏതാണ്ട് വിശ്വാസമായി. പക്ഷേ അടുത്ത മെയിലിൽ അയാൾ തനിക്ക് ഇന്ത്യയിലേക്ക് വരാൻ വിസ ഇൻവിറ്റേഷൻ വേണമെന്ന് പറഞ്ഞു. അതൊരു വലിയ റിസ്ക് ആണ്. അയാൾ ഇന്ത്യയിലേക്ക് കടക്കാൻ വേണ്ടി മാത്രം നോക്കുന്നതാണെങ്കിലോ? ഞാൻ അയാളെക്കുറിച്ചും അയാളുടെ കമ്പനിയെക്കുറിച്ചും ഇന്റർനെറ്റിൽ തിരയാൻ തുടങ്ങി. ഒരുപാട് വിവരങ്ങളൊന്നും കിട്ടിയില്ല. അയാൾ ആദ്യം അയച്ച ഇമെയിലിന്റെ ചില ഭാഗങ്ങൾ മാത്രം കട്ട് ചെയ്ത് ഗൂഗിളിൽ പേസ്റ്റ് ചെയ്ത് സെർച്ച് ചെയ്തു. തട്ടിപ്പുകാരാണെങ്കിൽ അവർ ഒരേ മെയിൽ പലർക്കും അയക്കും. അങ്ങനെ ഒന്നും കണ്ടില്ല. ഞാൻ അയാളെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു. പിന്നെ എന്ത് വരട്ടെ എന്ന് കരുതി ഇൻവിറ്റേഷൻ അയച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ അയാൾ ഇന്ത്യയിലെത്തി. ഞാൻ അയാളെ എയർപോർട്ടിൽ പോയി സ്വീകരിച്ചു. ഫാക്ടറിയും അതിന്റെ പ്രവർത്തനങ്ങളും എല്ലാം കാണിച്ചു കൊടുത്തു. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞ കാര്യമാണ് ഈ കഥയിലെ ബിസിനസ് പാഠം. പലർക്കും മെയിൽ അയച്ചെങ്കിലും ഞാൻ മാത്രമാണ് അയാളെ വിശ്വസിച്ചത്. ആഫ്രിക്കയിലെ ഏതോ തട്ടിപ്പ് മെയിലെന്ന് കരുതി എല്ലാവരും അയാളുടെ മെയിൽ അവഗണിച്ചു. പറഞ്ഞു വന്നത്, അവസരങ്ങൾ കടന്നു വരുന്നത് തീരെ പ്രതീക്ഷിക്കാതെ ആയിരിക്കും. ചിലരെ കണ്ടാൽ അവർ ബിസിനസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവരായി തോന്നില്ല. പക്ഷെ അവരായിരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ കസ്റ്റമർ.